ഇന്ത്യയിലെ 14 പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 15 പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ? അതോ ആരോ അവളുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതുകൊണ്ടോ? Who decides the expiry date of a woman's dream? നിരുപമയും രാജീവും ലച്ചുവും അയർലൻഡിൽ പോയി. മാറി നിന്നപ്പോൾ ലച്ചുവിന് അമ്മയുടെ വില മനസ്സിലായി. അമ്മയെ കളിയാക്കിയതിനും കുറ്റപ്പെടുത്തിയതിനും അവൾക്ക് കുറ്റബോധം തോന്നി. അവൾ അമ്മയോട് ക്ഷമ പറഞ്ഞു. സാരമില്ല മോളെ, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛൻ എനിക്ക് ഒരു വിലയും തന്നിട്ടില്ലായിരുന്നു. നിന്റെ മുമ്പിൽ വെച്ച് പോലും എപ്പോഴും കളിയാക്കലും കുറ്റപ്പെടുത്തലും മാത്രം. അത് കണ്ടു വളർന്ന നീ അമ്മയെ മനസ്സിലാക്കാതെ ചെയ്തതല്ലേ. ഇപ്പോൾ നിനക്ക് അമ്മയോടുള്ളത് യഥാർത്ഥ സ്നേഹമാണെന്ന് അമ്മയ്ക്കറിയാം. ഇപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. അച്ഛനേക്കാൾ ഉപരി. ഇത് കേട്ടപ്പോൾ രാജീവിനൊന്ന് തല കുനിക്കേണ്ടി വന്നു. 20 ദിവസം കഴിഞ്ഞ് നിരുപമയും ലച്ചുവും നാട്ടിലെത്തി. ലച്ചു നാട്ടിൽ പഠിക്കാൻ തീരുമാനിച്ചു. രാജീവ് അയർലൻഡിൽ കണ്ടിന്യൂ ചെയ്തു. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ ജോലി ആയതുകൊണ്ട് രാജീവിന് അത് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലിയിൽ സത്യസന്ധത കാണിക്കുന്ന നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി മാറിയിരിക്കുന്ന നിരുപമ തൻ്റെ മുമ്പിൽ സഹായം തേടി വരുന്നവരെ മുഷിപ്പിക്കാതെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. UD ക്ലർക്കിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ജൂനിയർ സൂപ്രണ്ടായി. മിനിസ്റ്റർ പറഞ്ഞ പോലെ ഓർഗാനിക് ഫാമിൻ്റെ ടീം ലീഡറായി വർക്കും ചെയ്യുന്നു. നിരുപമയുടെ ലക്ഷ്യം കഴിവുകളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളെ പിന്തുണ കൊടുത്ത് സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കി അവരെ സ്വയം പര്യാപ്തയാക്കുകയെന്നാണ്. സ്വന്തം ഭർത്താവ് പോലും തള്ളിപ്പറഞ്ഞപ്പോൾ തന്നോടൊപ്പം വിശ്വസിച്ച് നിന്നവരെ നിരുപമ കൈവിട്ടില്ല. അവർ ഇപ്പോൾ അവരുടെ ടെറസിൽ വിഷം രഹിത പച്ചക്കറി കൃഷി ചെയ്യുന്നു. എല്ലാ സഹായവും നിരുപമ ചെയ്തു കൊടുക്കുന്നു. ഓർഗാനിക് വെജിറ്റബിൾ ഷോപ്പ് നിരുപമ ഓപ്പൺ ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കുറച്ച് സ്ത്രീകൾക്ക് അത് മുഖേന ജോലി ലഭിക്കുകയും ചെയ്തു. ലച്ചുവിൻ്റെ പഠിപ്പ് കഴിഞ്ഞു. നിരുപമയുടെ ആഗ്രഹം പോലെ അവൾ ഡോക്ടറായി. രാജീവ് അയർലൻഡിലെ ജോലി മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ രാജീവിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. 6 മാസത്തേക്ക് കട്ടിൽ നിന്ന് എണ്ണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഒരാളുടെ പ്രശസ്തിയും പണവും കണ്ടല്ലോ നമ്മൾ ഒരാളെ അംഗീകരിക്കേണ്ടത്. രാജീവിന് ഒരിക്കലും പൂർണ്ണ മനസ്സോടുകൂടി നിരുപമയെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ആക്സിഡന്റ് രാജീവിനെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഒരു മുറിക്കുള്ളിൽ എണ്ണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അമ്മയെ മരുന്നും ഭക്ഷണവും കൊടുക്കാൻ പറഞ്ഞേൽപ്പിച്ച് നിരുപമ പോയി. തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, മരുന്ന് കൊടുത്തില്ല. അമ്മ സീരിയൽ കണ്ടിരിക്കുക. ചോദിച്ചപ്പോൾ മറന്നുപോയി, ഇപ്പോൾ കൊടുത്തേക്ക് മോളെ എന്നാണ് മറുപടി. നിരുപമ ജോലിയിൽ നിന്നും തിരക്കിൽ നിന്നും ബ്രേക്ക് എടുത്തു. രാജീവിനെ ശുശ്രൂഷിച്ചു. ഒരു പ്രാവശ്യം മാത്രം സുഖവിവരം അന്വേഷിക്കാൻ വന്ന കൂട്ടുകാർ. ദിവസത്തിൽ ഒരു പ്രാവശ്യം എത്തി നോക്കി പോകുന്ന അമ്മ. ലച്ചുവും അവളുടെ ജോലി തിരക്കുമായി ബന്ധപ്പെട്ട് നാട്ടിലില്ല. അപ്പോഴാണ് രാജീവിന് മനസ്സിലായത്, നമ്മളൊന്ന് വീണുപോയാൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഭാര്യ മാത്രമേ കാണത്തുള്ളൂ എന്ന്. നിരുപമയോട് ചെയ്തതിനോടെല്ലാം അയാൾക്ക് കുറ്റബോധം തോന്നി. വീൽ ചെയറിൽ രാജീവിനെയും കൊണ്ട് നിരുപമ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങും. ശശികലയും ജയചന്ദ്രനും കാണാൻ വന്നു. നിരുപമയുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ, കൂട്ടുകാരേക്കാൾ കൂടെ പിറപ്പായവർ. നിരുപമ ചായ ഇടാൻ പോയപ്പോൾ രാജീവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും വർഷം കൂടെ ജീവിച്ചു. ഭാര്യയുടെ വില മനസ്സിലാക്കാൻ ഒരു ആക്സിഡന്റ് വേണ്ടി വന്നു. ഇനിയാണ് ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിമ്മി എന്നെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കട്ടിൽ തന്നെ കിടന്നു പോയിനെ വർഷങ്ങളോളം. അവൾ എനിക്ക് ധൈര്യം തന്നു. അവളുടെ വിലപ്പെട്ട സമയം, സ്നേഹവും. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഇത്രയും നേരം അടുത്തിരിക്കുന്നതും സംസാരിക്കുന്നതും. തിരക്കുകളും ബഹളങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ. ഇനി നിമ്മിയെ ഈ ലോകം ചുറ്റിക്കാണിക്കണം. ഞങ്ങൾക്ക് 2 പേർക്കുമായി കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. എനിക്ക് അവളെ മതിയാവോളം സ്നേഹിക്കണം. രാജീവ് പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നിരുപമയെ രാജീവ് എല്ലാ കാര്യത്തിലും സഹായിച്ചു. പിന്നെ അവരുടേതായ ഒരു ലോകമായിരുന്നു. രാജീവിൻ്റെ ഈ മാറ്റത്തിലേറെ സന്തോഷിക്കുന്നത് രാജീവിൻ്റെ അച്ഛനാണ്. മരുമകളെ സ്നേഹിക്കുകയും പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാവം അച്ഛനാണ് രാജീവിൻ്റേത്. നിരുപമയുടെ അമ്മയെ കാണാൻ നിരുപമ പോകാറുണ്ട്. വാർദ്ധക്യപരമായ അസുഖങ്ങളുണ്ടെങ്കിലും കൃഷിയും ഫ്രണ്ട്സുമെല്ലാമായി ആൾ ഹാപ്പിയായി പോകുന്നു. സൂസൻ ഭർത്താവിൻ്റെ കൂടെ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഒരു മകളുണ്ട്. നിരുപമയെ വിളിക്കാറുമുണ്ട്. നാട്ടിൽ വരുമ്പോൾ കാണാറുമുണ്ട്. നിരുപമയുടെ സ്വപ്നങ്ങൾക്കിപ്പോൾ പരിധിയും കാലാവധിയും ഇല്ല.